വാർത്തകൾ വിശദമായി. ജില്ലാ കേരളോത്സവം സമാപിച്ചു. 309 പോയിന്റോടെ തൃശൂർ കോർപ്പറേഷൻ ഓവറോൾ ചാമ്പ്യന്മാരായി. കാത്തിരിപ്പിന് വിരാമം. ഉദ്ഘാടനത്തിനൊരുങ്ങി ചിറയ്ക്കൽ പാലം. ഫെബ്രുവരി 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. എടത്തിരുത്തി അഖിൽ, പെരിഞ്ഞനം ഫസീല എന്നിവർ മയക്കുമരുന്ന് കടത്തലിലൂടെ അനധികൃതമായി സമ്പാദിച്ച 37 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവായി. കയ്പമംഗലത്ത് സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ജില്ലാ കേരളോത്സവം സമാപിച്ചു. 309 പോയിന്റോടെ തൃശൂർ കോർപ്പറേഷൻ ഓവറോൾ ചാമ്പ്യന്മാരായി. 4 ദിവസത്തെ ആഘോഷ ആരവങ്ങളോട് ജില്ലാ കേരളോത്സവം സമാപിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂടിൽ ദീർഘകാലം പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്ന ഒരു വിഭാഗത്തിന് കൂടി അവരുടെ കലാ സാഹിത്യ കായിക അഭിരുചികൾ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. വിജയക്കൊടി പാറിച്ചു പോയിന്റ് നിലയിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയും 309 പോയിന്റ് നേടി തൃശൂർ കോർപ്പറേഷൻ ഓവറോൾ കിരീടം നേടി. 243 പോയിന്റ് നേടി പുഴയ്ക്കൽ ബ്ലോക്ക് 2ാം സ്ഥാനവും 202 പോയിന്റ് നേടി തളിക്കുളം ബ്ലോക്ക് 3ാം സ്ഥാനവും നേടി. കാത്തിരിപ്പിന് വിരാമം. ഉദ്ഘാടനത്തിനൊരുങ്ങി ചിറയ്ക്കൽ പാലം. ഫെബ്രുവരി 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. പാലത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 11 വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ജില്ലയിൽ നാട്യ നിയോജക മണ്ഡലത്തിലെ ചേർപ്പ് തൃപ്പയാർ റോഡിലുള്ള ചിറക്കൽ പാലത്തിന്റെയും അനുബന്ധ പ്രവർത്തികളുടെയും നിർമ്മാണം 5.30 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തീകരണം നടത്തിയത്. ചടങ്ങിൽ CC മുകുന്ദൻ MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പൊതുമരാമത്ത് വകുപ്പ് പാലം ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NG ബിനു, അസിസ്റ്റന്റ് എഞ്ചിനീയർ VN ദീപ, മറ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. എടത്തിരുത്തി അഖിൽ, പെരിഞ്ഞനം ഫസീല എന്നിവർ മയക്കുമരുന്ന് കടത്തലിലൂടെ അനധികൃതമായി സമ്പാദിച്ച 37 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവായി. ലഹരിമരുന്ന് കടത്തിലൂടെ ദമ്പതികൾ സമ്പാദിച്ച 37 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവായി. 2021 സെപ്റ്റംബർ 29 വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തളിക്കുളം കൈതയ്ക്കൽ വെച്ച് 31.330 ഗ്രാം മെത്താഫിറ്റനുമായി എടത്തിരുത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ അഖിൽ, പെരിഞ്ഞനം സ്വദേശിനി കള്ളിപ്പറമ്പിൽ വീട്ടിൽ ഫസീല എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. തുടർന്ന് പ്രതികൾക്കെതിരെ NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ അഖിലിനും ഫസീലയ്ക്കും സ്ഥിരമായ വരുമാന മാർഗങ്ങളൊന്നുമില്ലെന്നും ഇവർ ലഹരിമരുന്നുകളുടെ നിയമവിരുദ്ധമായ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നതായും ലഹരിമരുന്ന് കടത്തിലൂടെ ലഭിച്ച അനധികൃത വരുമാനം ഉപയോഗിച്ച് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ സമ്പാദിച്ചതായും കണ്ടെത്തി. ഇതേ തുടർന്നാണ് അഖിലിന്റെ എടത്തിരുത്തിയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ 1,94,718 രൂപ, 24 ലക്ഷം രൂപ വിലയുള്ള JCB, 6.5 ലക്ഷം രൂപയുടെ കാർ, എടത്തിരുത്തി വില്ലേജിൽ 5,32,500 രൂപ വില മതിക്കുന്ന 8.30 സെന്റ് ഭൂമി, ഫസീലയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 899 രൂപ എന്നിവയുൾപ്പെടെ ആകെ 37,78,117 രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കുന്നതിന് ചെന്നൈയിലുള്ള കോമ്പാറ്റിന്റ് അതോറിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. NDPS നിയമപ്രകാരം 10 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരുടെയും അവരുടെ സഹായികളുടെയും ബന്ധുക്കളുടെയും
പേരിൽ ലഹരിമരുന്ന് പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വ്യവസ്ഥയുണ്ട്. കയ്പമംഗലത്ത് സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച മാരകമായ മയക്കുമരുന്നായ MDMA-യുമായി യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൂലൂർ വലിയകത്ത് വീട്ടിൽ 27 വയസ്സുള്ള മുഹമ്മദ് ജാസിമിനെയാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം LBS ഉന്നതിക്ക് സമീപം വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കയ്പമംഗലം പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കവിയും ഗാനരചയിതാവുമായ സത്യൻ വഴിനടയ്ക്കൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ജീവൻ കലാവേദിയുടെ മുൻ പ്രസിഡന്റും അബുദാബി ശക്തി അവാർഡ് ജേതാവുമായിരുന്നു. സംസ്കാരം ചൊവ്വ വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ നടക്കും. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടിയ പ്രീ പ്രൈമറി സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനവും വിദ്യാലയത്തിന്റെ 126ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്താ ദിനവും ആഘോഷിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക രമ ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു. വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ് വർണ്ണക്കൂടാരം പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. വർണ്ണക്കൂടാരം ശില്പികൾക്കുള്ള ആദരവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ ടീച്ചർ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, തൃശൂർ വെസ്റ്റ് AEO TJ ബിജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജു തണ്ടേഴത്ത്, CL ജോബി, രാധാചന്ദ്രൻ, BPC ഡോക്ടർ K ഉമാദേവി എന്നിവർക്ക് എൻഡോമെന്റ് വിതരണം നടത്തി. PTA പ്രസിഡന്റ് VJ പ്രസീൽ, MPTA പ്രസിഡന്റ് സിനി ഷോബി, സ്കൂൾ ലീഡർ കുമാരി റൈന റോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പൊലിയടത്ത്, പഞ്ചായത്ത് അംഗം AV ശ്രീവത്സൻ, OSA സെക്രട്ടറി TB വിനോദ്, അധ്യാപിക PM സൗമ്യ എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദീർഘകാലം സംസ്ഥാന പ്രസിഡന്റായിരുന്ന T നസറുദ്ദീനെ അനുസ്മരിച്ചു. വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KV ശരത് ചന്ദ്രൻ, ട്രഷറർ KO ആന്റണി, VK സദാനന്ദൻ, അശോകൻ ചിറയിൽ, EK ഉത്തമൻ, KP രാജേഷ് എന്നിവർ സംസാരിച്ചു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം പെരിഞ്ഞനത്ത് നടന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം P താജുദ്ദീൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PM നാഹിൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ഒമാൻ ഗഫൂർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാഹലി ഫസിലുദ്ദീൻ, സംഘാടക സമിതി ട്രഷറർ KS ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പണം ചെലവഴിക്കുമ്പോൾ അതിൽ 50%-ലധികം ചെറുതും വലുതുമായ ലോകരാജ്യങ്ങൾ നമുക്കുണ്ട്. അത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലും വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലും എല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധങ്ങളായ ലോകരാജ്യങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന ലോകരാജ്യങ്ങളുടെ ആകെ പണമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 50%-ലധികം പണം ഈ സൈനിക മേഖലയിൽ മാത്രം ചെലവഴിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് അമേരിക്ക. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നിലനിൽക്കാൻ കഴിയുന്നത് ഇപ്പോഴും അമേരിക്കക്ക് വലിയ നിലയിൽ ആയുധ കച്ചവടം നടത്തുകയാണ്. അമേരിക്കയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് മുതലാളിത്തത്തിനും സാമ്രാജ്യത്തിനും എല്ലാം ഇത്രയധികം അതിശത്വം ലോകരാജ്യത്ത് വലിയ നിലയിൽ സാമ്പത്തികമായ ഉപരോധം ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അമേരിക്കക്ക് മാത്രം ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. അതിനെക്കുറിച്ചുള്ള ഗവേഷണവും പഠനവും എല്ലാം നടത്തുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ഉത്തരം എന്ന് പറയുന്നത് അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നത്, ആയുധ കേന്ദ്രങ്ങളുള്ളത് അമേരിക്കയാണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദീർഘകാലം സംസ്ഥാന പ്രസിഡന്റായിരുന്ന T നസറുദ്ദീനെ അനുസ്മരിച്ചു. വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ, വൈസ് പ്രസിഡന്റുമാരായ MS സിദ്ദിഖ്, MS സാദൻ, ജനറൽ സെക്രട്ടറി MB മുബാറക്, ട്രഷറർ കമറുൽ ഹക്ക്, സെക്രട്ടറി KR സത്യൻ, യൂത്ത് വിംഗ് സെക്രട്ടറി സമദ് ഹാഷിം, വനിതാ അംഗം ഷൈനി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ചികിത്സാ ധനസഹായവും കൈമാറി. ജനസൗഹൃദ പോലീസിംഗിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പുതുതായി സേനയിലേക്ക് വരുന്ന സബ് ഇൻസ്പെക്ടർമാരോട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. പരമ്പരാഗത പോലീസിംഗിന്റെ രീതികൾ അനുദിനം മാറി വരികയാണെന്നും അതിനനുസൃതമായി പോലീസ് ഓഫീസർമാർ അവരവരുടെ വൈദഗ്ധ്യ മേഖലകൾ വിപുലപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ
73 പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങൾ, വിർച്വൽ അറസ്റ്റ്, ക്രിപ്റ്റോ കറൻസി വഴിയുള്ള തട്ടിപ്പുകൾ, സംഘടിത ലഹരിമരുന്ന് വ്യാപാരം എന്നിങ്ങനെ മുൻപത്തേക്കാളും വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമാണിതെന്നും പോലീസിന് നേരിടേണ്ടി വരുന്നത്. കായിക ശക്തിയും സംഘടിത ബലവും മാത്രം ഉപയോഗിച്ച് ഇവ തടയാനാവില്ല. ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയും സാങ്കേതിക വിദ്യയെ അടിത്തറഞ്ഞുകൊണ്ടും മാത്രമേ പുതുതലമുറ കുറ്റകൃത്യങ്ങളെ നേരിടാനാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ആർ അനന്തു ശേഖർ നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ KS നിസാമുദ്ദീൻ ആയിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കേരളോത്സവം സമാപിച്ചു. 309 പോയിന്റോടെ തൃശൂർ കോർപ്പറേഷൻ ഓവറോൾ ചാമ്പ്യന്മാരായി. കാത്തിരിപ്പിന് വിരാമം. ഉദ്ഘാടനത്തിനൊരുങ്ങി ചിറയ്ക്കൽ പാലം. ഫെബ്രുവരി 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. എടത്തിരുത്തി അഖിൽ, പെരിഞ്ഞനം ഫസീല എന്നിവർ മയക്കുമരുന്ന് കടത്തലിലൂടെ അനധികൃതമായി സമ്പാദിച്ച 37 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവായി. കയ്പമംഗലത്ത് സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച MDMA-യുമായി യുവാവ് പിടിയിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.